കഴിഞ്ഞുപോയ HSI, HSST റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ടും ജോലി കിട്ടാത്തവരാണോ നിങ്ങൾ? അതല്ലെങ്കിൽ നെഗറ്റീവ് മാർക്കിങ്ങിന്റെയോ മറ്റ് എന്തെങ്കിലും ഡിഫിക്കൽറ്റിയുടെയോ പേരിൽ പരീക്ഷയ്ക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിയാത്തവരാണോ? ഗസ്റ്റായിട്ടോ വീട്ടിലെ ജോലികളുടെ ഇടയിലോ ഒക്കെ പലരും പറയാറുണ്ട് കുട്ടികളെ പോലും ശ്രദ്ധിക്കാതെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതൊക്കെ. സോ അങ്ങനത്തെ പല ടൈറ്റ് സ്കെഡ്യൂളുകളുടെ ഇടയിൽ ശരിക്കും നല്ലൊരു പ്ലാറ്റ്ഫോമും നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു സ്റ്റഡി പ്ലാനും നിങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ടോ? എങ്കിൽ പൾപിറ്റ് നിങ്ങൾക്കൊരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ആണ്. ആദ്യം നമ്മൾ എന്താണെന്നും പൾപിറ്റ് എന്ന ആപ്പ് എന്താണെന്നും അത് എന്തുകൊണ്ട് ഇംഗ്ലീഷ് എക്സാംസുമായി ഇത്രമാത്രം റിലേറ്റഡ് ആണെന്നും ഒന്ന് പറയേണ്ടതുണ്ട്. പൾപിറ്റ് എസൻസ് സ്ക്വീസ് ചെയ്ത് പഠിപ്പിക്കുക എന്നുള്ളൊരു അർത്ഥത്തിലാണ് നമ്മൾ ഈ ആപ്പിന് പേരിട്ടിരിക്കുന്നത് തന്നെ. ഇംഗ്ലീഷ് എക്സാംസിന്റെ ഭാവിയിലെ ഒരു ഫോക്കസ് കേന്ദ്രമായിരിക്കും ഈ ഒരു സ്ഥാപനം. UGC നെറ്റ്, സെറ്റ്, ഡിസ്ക്രിപ്റ്റീവ് എക്സാംസിന് വേണ്ടിയൊക്കെയുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാകും. പക്ഷേ നമ്മുടെ ഇനിഷ്യൽ ഫോക്കസ് അഥവാ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന കോഴ്സ് HSST ഇംഗ്ലീഷ് ആയിരിക്കും. അതിന്റെ ഒരു പരിഗണനയും ഒരു സ്പെഷ്യൽ ഫോക്കസും ഒക്കെ നമ്മുടെ സ്റ്റുഡൻസിന് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്ന്. ഓഫ്ലൈൻ കൊല്ലത്ത് രാമൻകുളങ്ങരയിൽ സാറ്റർഡേ സൺഡേ ഓഫ്ലൈൻ ബാച്ചുകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സെപ്റ്റംബർ 20-നാണ് HSST ഇംഗ്ലീഷ് ഓഫ്ലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. റെസിഡൻഷ്യൽ ഫെസിലിറ്റി വരെ അവൈലബിൾ ആണ്. ഇനി ഓൺലൈനിലേക്ക് വരാം. എന്തുകൊണ്ട് നിങ്ങൾ പൾപിറ്റ് ചൂസ് ചെയ്യണം? രണ്ട് പ്രത്യേകതകളാണ് നമുക്ക് അവകാശപ്പെടാനുള്ളത്. പൂർണ്ണമായും ഇംഗ്ലീഷ് അധ്യാപകര് തന്നെ ഡിസൈൻ ചെയ്യുന്ന കോഴ്സ് സ്ട്രക്ചർ ഉള്ള കേരളത്തിലെ ആദ്യത്തെ സ്ഥാപനമാണ് പൾപിറ്റ് എന്ന് പറയുന്നത്. ബിക്കോസ് ആദ്യം തൊട്ട് നിങ്ങളുടെ MCQ നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു തെറ്റുമില്ലാതെ അല്ലെങ്കിൽ പരമാവധി തെറ്റ് കുറച്ചിട്ടുള്ള MCQസും ടെസ്റ്റ് സീരീസും ആയിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നത്. മാത്രമല്ല 3-4 മണിക്കൂറിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഒരു വീഡിയോ കോണ്ടന്റും പോകില്ല. അതായത് ഒരു പോർഷൻ നമ്മൾ എത്രമാത്രം ക്രിസ്പ് ആക്കാമോ അത്രമാത്രം ക്രിസ്പ് ആക്കി അറ്റ് ദ സെയിം ടൈം റാങ്ക് മേക്കിംഗ് പോയിന്റ്സ് കൂടി ഉൾപ്പെടുത്തിയായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. പിന്നീട് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി, ഒരു വലിയ സ്റ്റഡി പ്ലാൻ ഒരിക്കലും നിങ്ങളെ അലട്ടില്ല. ബിക്കോസ് നിങ്ങളെല്ലാം മറ്റ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും, PhD ഡൂയിങ് ആയിരിക്കും, വർക്കിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ കുട്ടികളോ ഉത്തരവാദിത്തങ്ങളോ ഒക്കെ ഉള്ളവരായിരിക്കും. സോ ഒരു ദിവസം പരമാവധി 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ ആയിരിക്കും നമ്മുടെ ഒരു സ്റ്റഡി പ്ലാന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അത് നമ്മൾ ലോഞ്ച് ചെയ്യുന്ന ഡേ തൊട്ട് അവസാന ദിവസം വരെയും അതേ ഒരു ലെങ്ത് ആയിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആവുക. സോ മറ്റെന്തിന്റെ കൂടെയും എന്നാൽ കൃത്യമായിട്ട് നമ്മുടെ കൂടെ ഒരു 1 തൊട്ട് 2 മണിക്കൂർ വരെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ ക്വാളിറ്റി അഷ്വർ ചെയ്തിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസും ക്ലാസ്സസും ആയിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത്. രണ്ടാമത്തത്, കേരളത്തിലെ ഓൺലൈൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് MCQ ബുക്ക്ലെറ്റുകൾ നമ്മൾ കൊറിയർ ചെയ്ത് നിങ്ങൾക്ക് എക്സാമിന് തൊട്ട് മുൻപത്തെ മാസം നൽകുന്നതാണ്. അവസാനത്തെ 1 മന്ത് ആ ഒരു ബുക്കുകളായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. സോ അത്രമാത്രം ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിലായിരിക്കും ഈ ഒരു കോഴ്സ് നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. നമ്മൾ പറയാറുണ്ടല്ലോ, നിന്റെ കണ്ണെത്താത്തിടം, നിന്റെ കയ്യെത്താത്തിടം, നീയാകെ എത്താത്തിടം ഇല്ല ഈ പ്രപഞ്ചത്തിൽ. നമ്മുടെ ടീച്ചേഴ്സ് തന്നെ A to Z നോക്കുന്ന ഒരു കോഴ്സിലേക്കാണ് നമ്മൾ നിങ്ങളെ വെൽക്കം ചെയ്യുന്നത്. ഡ്രാമ, ക്രിറ്റിസിസം, കൾച്ചറൽ സ്റ്റഡീസ് തുടങ്ങി സോകാൾഡ് ടഫ് പേപ്പേഴ്സ് ഞാനായിരിക്കും നിങ്ങൾക്ക് എടുക്കുക. ഡ്രാമയൊക്കെ നമുക്ക് ശരിക്കും ക്ലാസ്സിൽ ഇനാക്ട് ചെയ്ത് തന്നെ പഠിപ്പിക്കുന്ന ഒരു മെത്തേഡ് ആയിരിക്കും നമ്മൾ സ്വീകരിക്കുക. കൾച്ചറൽ സ്റ്റഡീസ് ഞാൻ സിലബസ് നന്നായിട്ട് നോക്കുകയുണ്ടായി. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കൾച്ചറൽ സ്റ്റഡീസിന്റെ കുറച്ച് എസ്സേസ് ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതൊക്കെ ഡേ ടു ഡേ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ നമുക്ക് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ക്രിറ്റിസിസം മുൻപ് ക്ലാസ്സുകളിൽ ഇരുന്നവർക്കറിയാം, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങൾക്ക് ഇതൊക്കെയും നമ്മൾ ക്ലാസ്സിൽ എടുത്തു തരുന്നതായിരിക്കും. പിന്നീട് നമ്മുടെ കൂടെ ഉള്ളത് റിയാസ് സാറാണ്. റിയാസ് സാർ ആയിരിക്കും നിങ്ങൾക്ക് പോയട്രി, ELT, പെഡഗോഗി ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. സോ അവിടെയും നിങ്ങൾക്ക് അത്തരം വിഷയങ്ങൾ ഒരു ബുദ്ധിമുട്ടായിട്ട് വരത്തില്ല. പിന്നീട് ജനറൽ പേപ്പർ ഹാൻഡിൽ ചെയ്യുന്നത് രഞ്ജിത്ത് സാർ ആണ്. നമുക്ക് കോറിനോടൊപ്പം തന്നെ അത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ജനറൽ പേപ്പർ വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. സോ ആ ജനറൽ പേപ്പർ മുഴുവനും ലീഡ് ചെയ്യുന്നത് സാർ ആയിരിക്കും. ഒരു ന്യൂ ഫേസ് ആയിട്ടുള്ളത് അരുന്ധതിയാണ്. അരുന്ധതി കേരള യൂണിവേഴ്സിറ്റി UG ആൻഡ് PG റാങ്ക് ഹോൾഡർ ആണ്. അരുന്ധതി മിസ്സിന്റെ ക്ലാസ് നമ്മൾ ഇതിനോടകം തന്നെ ഡെമോ അപ്പ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വ്യൂസും ഏറ്റവും കൂടുതൽ കമന്റ്സും ആയിട്ട് ആ ക്ലാസ്സുകൾ ഇങ്ങനെ റീച്ച് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. സോ ഇതാണ് നമ്മുടെ ഒരു ടീം എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ ക്യുമുലേറ്റീവ് റിവിഷൻ ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. കാര്യം HSIക്കൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് അവസാനം റിവൈസ് ചെയ്യാൻ ഇരുന്നവർക്ക് മനസ്സിലായി കാണും, പഠിക്കുന്നതിനോടൊപ്പം തന്നെ റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യും. അതായത് 2 ആഴ്ച എന്ത് പഠിപ്പിച്ചോ അത് നമ്മൾ റിവൈസ് ചെയ്യും.
ഒരു മാസം ആകുമ്പോൾ അത്രയും കൂടി റിവൈസ് ചെയ്യും. അങ്ങനെ ക്യുമുലേറ്റീവ് റിവിഷൻ ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. 7 മാസം കൊണ്ട് നമ്മുടെ കോഴ്സ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യും. 2 ബൂസ്റ്റർ റിവിഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നത്. ആദ്യത്തെ ബൂസ്റ്റർ റിവിഷൻ ബ്ലൂ പ്രിന്റ് ആയിരിക്കും, രണ്ടാമത്തെ ബൂസ്റ്റർ റിവിഷൻ MCQs ആയിരിക്കും. അപ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ നമ്മുടെ മെറ്റീരിയൽസ് എത്തും. നമ്മൾ അവസാനത്തെ ഒരു മാസം ഒന്നിച്ച് അത് വർക്ക്ഔട്ട് ചെയ്യും. ഇതാണ് നമ്മുടെ ഒരു ഇനിഷ്യൽ പ്ലാൻ എന്ന് പറയുന്നത്. നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്നവർ ലക്ഷ്യത്തിലേക്ക് എത്തുക തന്നെ ചെയ്യുന്നു. നിങ്ങൾക്ക് പല സെറ്റ് ബാക്സ് ഉണ്ടായി കാണും, പല ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും, മറ്റു പല കോംപ്ലിക്കേഷൻസ് ലൈഫിൽ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഇമോഷണൽ ഇന്റലിജൻസും അവരുടെ മാനസികാവസ്ഥയും ഒക്കെ മനസ്സിലാക്കിയുള്ള ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാം കൂടിയായിരിക്കും പൾപിറ്റ് നിങ്ങൾക്ക് നൽകുക. അതുകൊണ്ട് തന്നെ ഇനി മറ്റൊരിടത്തെ പറ്റി ചിന്തിക്കേണ്ട, കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള, കോണ്ടന്റ് പാക്ഡ് ആയിട്ടുള്ള, അറ്റ് ദ സെയിം ടൈം നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു പ്ലാറ്റ്ഫോമുമായി നമ്മൾ ഇവിടെ ഉണ്ട്. അഡ്മിഷൻസ് ഗോയിങ് ആണ്. 100+ അഡ്മിഷൻസ് നമുക്ക് ആയി കഴിഞ്ഞു. സോ ഈ ഒരു വലിയ കമ്മ്യൂണിറ്റിയിലോട്ട് ഏറെ സന്തോഷത്തോടു കൂടി നിങ്ങളെ വെൽക്കം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഓഫ്ലൈൻ ക്ലാസ്സുകളിലേക്ക് വരാൻ കഴിയുന്നവർ നിർബന്ധമായും സാറ്റർഡേ സൺഡേ കൊല്ലത്ത് രാമൻകുളങ്ങരയിൽ വെച്ച് നടക്കുന്ന ഓഫ്ലൈൻ ക്ലാസ്സുകളിലേക്ക് വരണം. സെപ്റ്റംബർ 20 നമ്മുടെ ഇനാഗ്രേഷൻ ആണ്. വളരെ സ്നേഹത്തോടെ, വളരെ ആദരവോടെ നിങ്ങളെ എല്ലാം ഈ ഒരു ഇനാഗ്രേഷന് വേണ്ടി നമ്മൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. താങ്ക് യു.